മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡൽ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. നമസ്കാരം ഫ്രണ്ട്സ്. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററാണ്, ഫിസിക്സിൻ്റെ ആദ്യ ക്ലാസ്സാണ്. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് നിങ്ങൾക്ക് അല്പം പാടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഒരു +1 റേഞ്ച് വരുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു പാഠഭാഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് 9ാം ക്ലാസ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് +1 സയൻസ് എടുത്ത് പോയി കഴിഞ്ഞാൽ +1 സയൻസ് വളരെ ഈസി ആയിരിക്കും. കാരണം അങ്ങനൊരു നല്ലതുപോലെ കമ്പാരിസൺ ഉണ്ട് ഈ +1ഉം 9ാം ക്ലാസ്. ഇതിലുള്ള കുറേ ഭാഗങ്ങൾ അതേ കണക്ക് തന്നെയാണ് അവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് 9ാം ക്ലാസ്. കാരണം പെട്ടെന്ന് നമുക്ക് 50-ന് 50, നിങ്ങളുടെ പരീക്ഷയ്ക്ക് 40-ന് 40 സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഭാഗമാണ് ഫിസിക്സ് എന്നുള്ളത്. കാരണം പറഞ്ഞാൽ എല്ലാം മാത്തമാറ്റിക്സ് പരമായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. കാണാൻ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി ഏത് സമയത്ത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കാണാതെ പഠിച്ച് എഴുതേണ്ട ഒരു കാര്യമില്ല, ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എല്ലാവർക്കും ചാപ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് നമ്മൾ ഇനി ഫസ്റ്റ് ചാപ്റ്റർ വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ പോവുകയാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അറിയാം, നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് വാട്ടർ. അപ്പോൾ വാട്ടറിനെ സംബന്ധിച്ച് വാട്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? മഴ പെയ്യുന്ന സമയത്ത് മഴത്തുള്ളി ഗോളാകൃതിയിലേക്ക് താഴേക്ക് വരുന്നു. ചേമ്പലയിൽ വെള്ളം കുടയുമ്പോൾ ആ ചേമ്പലയിൽ വെള്ളം നിൽക്കാതെ അത് ഗോളാകൃതി പ്രാപിച്ച് താഴേക്ക് പോകുന്നു, അല്ലേ? ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിലേക്ക് എടുത്തിടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നു. തേങ്ങ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകിപ്പോകുന്നു. ഒരു ഇരുമ്പാണി എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഫിസിക്സ് പരമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുകയാണ് നമ്മൾ ഈ ചാപ്റ്റർ കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടേം ഏതാണ്? ബയോൺസി. അപ്പോൾ ടേം പ്രത്യേകതയാണ്, ടേം പഠിച്ചിരിക്കുക. ആദ്യം പഠിക്കുന്ന ടേമാണ് ബയോൺസി. അപ്പോൾ എന്താണ് ബയോൺസി? ബയോൺസിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയാം. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുണ്ടല്ലേ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് തൊട്ടി നമ്മൾ താഴേക്ക് വെള്ളത്തിന് അടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അടിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് വെള്ളം അല്ലെങ്കിൽ വെയിറ്റ് കുറവായ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും, അല്ലേ? ഇനി വെള്ളത്തിന് മുകളിൽ എത്തുമ്പോഴോ നല്ല വെയിറ്റ് തോന്നുകയും ചെയ്യും. അത് ബയോൺസിക്ക് ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ നിന്നൊരു കല്ല് പൊക്കിയെടുക്കുന്നു. വലിയ കല്ലാണ്, അവൻ കാണാതെ പൊക്കിയെടുക്കുകയാണ്. പൊക്കിയെടുക്കുന്ന സമയത്ത് അവന് വളരെ വെയിറ്റ് കുറവാണ്. പക്ഷേ ആ ഉപരിതലം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ കല്ല് നല്ല ഭാരം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായി, ഈശ്വര, ഞാൻ പൊക്കിയ കല്ല് ഇത്രയും വലിയ ഭാരമുള്ളതാണല്ലോ. അപ്പോൾ വെള്ളത്തിനടിയിൽ വെച്ച് വേറെ ആരോ ഈ കല്ലിനെ പൊക്കിക്കൊടുത്തു. വേറെ മനുഷ്യനും ആരുമല്ല ചെയ്തത്. എന്താണ്? ഇവൻ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഈ കല്ലിനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ആരോ ഈ കല്ലിനെ മുകളിലോട്ട് പൊക്കി. അതുകൊണ്ടാണല്ലോ ഇവന് പെട്ടെന്ന് എടുത്ത് പൊക്കാനും കഴിയുന്നത്. വെള്ളത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ അടിയിൽ നിന്ന് കൊടുത്ത ആ ഒരു മുകളിലേക്ക് കൊടുത്ത ഒരു തള്ളൽ അവിടെ ഇല്ല, കൈവിട്ടു പോയി, അല്ലേ? മാജിക്കൊന്നുമല്ല, അതാണ് ബയോൺസി. അപ്പോൾ ബയോൺസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇരിക്കുന്ന വസ്തുവിന് വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് ബയോൺസി എന്ന് പറയുന്നത്. When a body immersed completely or partially in a fluid, an upward force act on the body is called buoyancy. ഒരു വാട്ടറിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ വെള്ളം ആ വസ്തുവിന് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് ബയോൺസി. ക്ലിയർ? നോക്കിയാണ്, ഒരു വെള്ളത്തിൽ ഒരു കട്ട ഇരിക്കുകയാണ്. അപ്പോൾ ആ കട്ടേനെ ഈ മുകളിലേക്ക് പൊക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സാണ് ബയോൺസി. ഓക്കെ അല്ലോ.
ആ അപ്വേർഡ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പതിയെ ഇവൻ എന്ത് ചെയ്യാം, മുകളിലേക്ക് എടുക്കാൻ കഴിയും. നമ്മൾ മുകളിലേക്ക് അനുഭവപ്പെടുന്ന, അപ്പോൾ ഇവൻ്റെ അനുഭവപ്പെടുന്ന വെയിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. എന്നാൽ ഇതിൻ്റെ മുകളിലെത്തുന്ന സമയത്ത്, ഈ ഉപരിതലത്തിന് മുകളിൽ എത്തുന്ന സമയത്ത്, ഇതിൻ്റെ വെയിറ്റ് എന്തായാലും കൂടുതലായിരിക്കും. ഇവിടെ 5 കിലോഗ്രാം അനുഭവപ്പെട്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 10 കിലോഗ്രാം അല്ലെങ്കിൽ ഒരു 8 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ അല്ലോ, സെയിം ഓബ്ജക്റ്റാണ്. വെള്ളത്തിനടിയിൽ അതിന് ഭാരം കുറവ്, വെള്ളത്തിന് മുകളിൽ ചെല്ലുമ്പോൾ അതിന് ഭാരം കൂടുതൽ. അപ്പോൾ ഈ ഭാരക്കുറവ്, വെള്ളത്തിനടിയിൽ വെച്ച് അനുഭവപ്പെടുന്ന വസ്തുവിൻ്റെ ഭാരക്കുറവിന് കാരണം ലോസ് ഓഫ് വെയിറ്റ് ഈസ് ഡ്യൂ ടു ബയോൺസി ഫോഴ്സ്. ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു ബയോൺസി. അപ്പോൾ ബയോൺസി ഈസ് സിംപ്ലി ഡിഫൈൻഡ് ആസ് ലോസ് ഓഫ് വെയിറ്റ് ആൻ ഓബ്ജക്റ്റ് ഇൻ ലിക്വിഡ്. ഓക്കെ അല്ലോ. ഇനി എങ്ങനെ നമുക്ക് ബയോൺസി കണ്ടുപിടിക്കാം? ബയോൺസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങളെടുത്ത ഈ കല്ലിന് എയർ, അതായത് വായുവിൽ വെച്ച് ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട്, സ്പ്രിംഗ് ബാലൻസ് അറിയാലോ, അതായത് ഇങ്ങനെ തൂക്കിയിട്ട് മെഷർ ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ വെയിറ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വെയിറ്റ് കിട്ടും. അത് വെയിറ്റ് ഇൻ എയർ. അത് എത്രയാണ്? 8 കിലോഗ്രാം ആണ്. അത് എത്രയാണ്? 8 കിലോഗ്രാം. ഓക്കെ അല്ലോ, എയറിലുള്ള വെയിറ്റ് 8 കിലോഗ്രാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ആ സ്പ്രിംഗ് ബാലൻസ് അതേ സാധനം എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കുന്നു. വെള്ളത്തിലേക്ക് മുക്കുന്ന സമയത്ത് അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിച്ച വെയിറ്റ് 5 കിലോഗ്രാം. നേരത്തെ 8 കിലോഗ്രാം കാണിച്ചപ്പോൾ ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന എത്ര കിലോഗ്രാം ആണ്? 5 കിലോഗ്രാം. ഓക്കെ ഉള്ളൂ. അപ്പോൾ ബയോൺസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലോസ് ഓഫ് വെയിറ്റ്, ബയോൺസികളുടെ ലോസ് ഓഫ് വെയിറ്റ് ആണ് വെയിറ്റ് ഇൻ എയർ. എയറിൽ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? 8 kg മൈനസ് വാട്ടറിൽ എത്ര ഉണ്ടായിരുന്നു? 5 kg ഈക്വൽ ടു 2 kg. ഓക്കെ ഉള്ളൂ. ആ ഒരു ലോസ് ഓഫ് വെയിറ്റ് ആണ് എന്തിന് ഇക്വലന്റ്? ബയോൺസിക്ക് ഇക്വലന്റ്. സിമ്പിളി എല്ലാവർക്കും മനസ്സിലായല്ലോ. ബയോൺസി ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ, ഓർ ബയോൺസി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ഇതാണ്, ബയോൺസിക്ക് എക്സാമ്പിൾ ഏതൊക്കെ, അല്ലെങ്കിൽ എപ്പോഴെല്ലാമാണ് നിങ്ങൾക്ക് ബയോൺസി എക്സ്പീരിയൻസ്ഡ് ആകുന്നത്? ഒന്നാമത്തെ എക്സാമ്പിൾ, ഉത്സവപ്പറമ്പിൽ പോകുന്ന സമയത്ത് ഹൈഡ്രജൻ ബലൂൺ കാണാറുണ്ടല്ലേ, നൂല് കെട്ടി വെച്ചേക്കും. ഹൈഡ്രജന് ഡെൻസിറ്റി കുറവാണ്. ഇനി എന്താണ്, നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂണിൻ്റെ നൂല് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പറന്നു പോകും അല്ലേ? ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പറന്നു പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ബയോൺസിക്ക് കാരണം വെള്ളത്തിൽ മാത്രം ഇട്ടാലല്ല ബയോൺസി, അത് വായു ആയാലും എന്താണ്, അതൊരു ബയോൺസി അവിടെ കൊടുക്കും. അവിടെ ബയോൺസി കൊടുക്കുന്നത് ആരാണ്? എയറാണ്. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നു, ഈ ബലൂണിനെ, ഹൈഡ്രജൻ നിറച്ച ബലൂണിനെ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് തള്ളുന്നു. ഓക്കെ ഉള്ളൂ. ഹൈഡ്രജൻ നിറച്ച ബലൂണിനെ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് തള്ളുന്നു. ഇത് ഹൈഡ്രജൻ നിറച്ച ബലൂണാണ്. ഓക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് എയർ എന്ത് ചെയ്യുന്നു, എയർ ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്യാണ്, മുകളിലേക്ക് ഇതിനെ തള്ളി വിടുകയാണ്. അപ്വേർഡ് ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് ആരാണ്? എയറാണ്. എയർ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു, അതായത് ബയോൺസി കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ബലൂൺ മുകളിലേക്ക് പറന്ന് പോകുന്നു. ഓക്കെ ആണല്ലോ. അത് ബയോൺസിക്ക് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കല്ല് ഉയർത്തുന്ന സമയത്ത് ഭാരം കുറവായിരിക്കും, എന്നാൽ വെള്ളത്തിന് മുകളിലെത്തുന്ന സമയത്ത് ഭാരം കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. When an immersed object is lifted up within water, its weight appears to be less than in air. അത് അടുത്ത ബയോൺസിയുടെ ഒരു എക്സാമ്പിൾ. അവർ ബയോൺസിയുടെ എക്സാമ്പിൾ പറഞ്ഞു, എന്താണ് ബയോൺസി എന്നും പറയും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി ബയോൺസിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ക്ലിയർ ആണല്ലോ. ഇത്രയും പഠിക്കുക, നല്ലപോലെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.